ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ നിലയ്ക്ക് വേണ്ടി നമ്മൾ ബാത്റൂമിൻ്റെ തട്ട് താഴ്ത്തിയിടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടത്, പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് നമുക്ക് എത്ര ദിവസം ഇതിൽ വെള്ളം കെട്ടി നിർത്തണം. അപ്പോൾ ഇത് 2 ബാത്റൂമിന് വേണ്ടി നമ്മൾ സ്പേസ് ഇട്ടിരിക്കുകയാണ്, താത്തിട്ടിട്ടുണ്ട്. അതായത് മൊത്തം 3 ബാത്റൂമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മണ്ണൊക്കെ കയറ്റി, ഇവിടെ നേരത്തെ നമ്മൾ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി മണ്ണ് കയറ്റിയിട്ടതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊന്ന് മൊത്തം പ്ലാസ്റ്ററിങ് ചെയ്യാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം ആ ബാത്റൂമിൻ്റെ താഴ്ന്ന തട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണോ വെള്ളം കളയാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതുപോലെ ഒരു ഓവ് കൊടുക്കണം. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ ഒരു ഹോളാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ചാന്തിട്ട് സ്ലോപ്പ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വെള്ളം കെട്ടി നിന്ന് ബാത്റൂമിനകത്തോട്ട് ഈർപ്പം വരാതായിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചാന്തിൽ മിക്സ് ചെയ്യപ്പോൾ ഡോക്ടർ ഫിക്സിൻ്റെ കെമിക്കലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ചെറിയ ഇടയാണ്, നമുക്ക് വാട്ടർ ലെവലിന് മട്ടം പിടിക്കണ്ട, മുഴക്കോലിന് കറക്റ്റ് ലെവലിന് ഇട്ടിട്ട് നമുക്ക് സ്ലോപ്പ് എങ്ങോട്ടാണോ നമുക്ക് സ്ലോപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തോട്ട് ഇതുപോലെ സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ഇത് നേരത്തെ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ തട്ട് ചാന്ത് ഇടുന്നതിൻ്റെ കൂടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് വർക്ക് തീർത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് തട്ട് ചാന്ത് ഇടുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഫുള്ളും വെള്ളം കെട്ടി നിർത്തി കഴിഞ്ഞ് നമുക്ക് ആ ലീക്ക്, അങ്ങനെ എന്തെങ്കിലും ലീക്കോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പം എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതുപോലെ താത്തിടുമ്പോൾ മാക്സിമം ഇതിൻ്റെ ഫ്ലോറും സിമൻറ്റ് ചെയ്ത് നല്ല ഗ്രൗട്ട് ചുറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും നമ്മൾ സിമൻറ്റ് ചെയ്തിട്ട് ഗ്രൗട്ട് ചുറ്റി ഒരു വശവ് പോലെ കൊടുക്കണം. അതായത് നമ്മൾ ഈ തട്ടിൻ്റെയും ഈ സൈഡ് ചുമരിൻ്റെയും ഇടയിൽ കൂടി വെള്ളം ഈർപ്പം ഇറങ്ങരുത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇതുപോലെ നല്ല രീതിയിൽ വശവ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുത്താലുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഉപയോഗമാണ്. അതായത് നമുക്ക് ഭാവിയിൽ ഈ ലീക്കോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, അത് 100% ഗ്യാരൻറ്റിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഭാവിയിൽ നല്ല രീതിയിൽ ലീക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളെപ്പം ഏത് വർക്ക് ചെയ്താലും ഒരു വർക്ക് നമുക്ക് തരുമ്പോൾ അത് നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം. അത് ചെയ്ത് കൊടുക്കുമ്പോഴേ നമുക്ക് അടുത്ത വർക്കുകൾ കിട്ടുള്ളൂ. കാരണം ഇത് പല രീതിയിലും ചെയ്യാം, എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഭാവിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വീട്ടുകാർക്ക് വളരെ ദോഷം ചെയ്യും. അതുമല്ല, നമുക്കിപ്പോൾ രണ്ടാമത്തെ നില കെട്ടി ഇവിടെ ബാത്റൂം വരെയാണ്. ബാത്റൂം വരുമ്പോൾ നമ്മൾ ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പ് മാറ്റിയിട്ട് അവിടെ ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു ഓവ് വെച്ച് കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഈ പ്ലംബിങ്ങിൻ്റെ പണി കോൺക്രീറ്റൊക്കെ ഇടുമ്പോൾ ടൈലൊക്കെ ഇട്ട് ലാസ്റ്റ് ഈ കുളിക്കുന്ന വെള്ളം എല്ലാം ലീക്ക്, ഈ ടൈലിൻ്റെ ഇടയിൽ കൂടി അഥവാ ലീക്ക് ഉണ്ടായാലും ഈ ഫ്ലോറിൽ വീഴുന്നിട്ട് നമ്മൾ ഗ്രൗട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് അതുവഴി ആ ഓവ് വഴി അങ്ങ് വെളിയിൽ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് അടിയിൽ ഈർപ്പം വരത്തില്ല, നനവ് വരത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നനവ് വരും. പിന്നെ നമ്മളിതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വേണമെങ്കിൽ പറയും നിങ്ങൾക്ക് മെയിൻ സ്ലാബ് ചെയ്യുമ്പോൾ സിമൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഏകദേശം 950 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ 980 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് ചാന്ത് ചെയ്യുമ്പോൾ ഇതും കൂടി ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിങ്ങിൽ തീർത്തിറങ്ങാൻ പറ്റില്ല. രണ്ടാമത് ഈ സിമൻറ്റ് ചെയ്ത് അത് ഗ്രൗട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇത് ചെയ്തിട്ട് അടുത്ത ദിവസം ഇതിൻ്റെ മേലുള്ള ജോയിൻറ്റ് നമ്മൾ നല്ല രീതിയിൽ ഗ്രൗട്ടൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് വെള്ളം കെട്ടി നിർത്തും. വെള്ളം ഒരു 4-5 ദിവസമെങ്കിലും മാക്സിമം നമ്മൾ കെട്ടി നിർത്തണം. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈർപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അകത്ത് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വെള്ളം തുറന്ന് കളഞ്ഞിട്ട് എവിടെയെങ്കിലും ഗ്രൗട്ട് വീഴുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ പൊത്തലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റും തീർത്ത് ഫിനിഷ് ചെയ്ത് നമുക്ക് വർക്ക് കംപ്ലീറ്റും ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ലീക്കോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിലിടുന്ന സിമൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാധാ റൂഫ് ചാന്തിടുമ്പോൾ എത്രയാണോ അതേപോലെ തന്നെ 4-1. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളെപ്പോഴും നല്ല രീതിയിൽ, അതായത് സിമൻറ്റും മണ്ണും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് തന്നെ ആയിരിക്കും ഇടുന്നത്. കാരണം 4 ചട്ടിക്കും മണ്ണിന് 1 ചട്ടി സിമൻറ്റ്, നമുക്ക് ഈ 5 ചട്ടി മണലായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല വെയിലാണ് അടിക്കുന്നത്, നല്ല ചൂടുമുണ്ട്.
അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമ്മൾ ഈ മണ്ണ് കൂട്ടിയിട്ടിട്ടോ സിമൻറ്റ് കുറച്ചിട്ടോ ഒരു ഉപയോഗമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. കാരണം ഈ വീടുള്ളിടത്തോളം കാലം ഈ പ്ലാസ്റ്ററിങ്ങിന് ഒരു പ്രശ്നവും വരരുത്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറയും നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്രയൊക്കെയാണ് ഇട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. കാരണം ഒരു ലീക്കോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ ക്ലയൻറ്റിന് ഒരു ഉറപ്പ് കൊടുക്കും. അപ്പോൾ ക്ലയൻറ്റ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ, നമ്മുടെ പണി ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ ഒരു ഉറപ്പ്. നമുക്ക് ഉറപ്പ് കൊടുത്ത് ഒരു ധൈര്യമായിട്ട് ഒരു ഉറപ്പ്, പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നമുക്കിത് ക്ലിയർ ചെയ്യാം, ഒരു പ്രശ്നവും വരില്ല എന്നും പറയും നമ്മളൊരു ഉറപ്പ് കൊടുത്താൽ അവർക്ക് അത് മതി, അവർ ഹാപ്പി ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ലൂസ് ചാന്താണ്, അതായത് ചാന്ത് ടൈറ്റായിട്ടില്ല. ടൈറ്റ് ആവുന്ന മുമ്പേ നമ്മളത് ഗ്രൗട്ട് ഒഴിച്ചു. അതുപോലെ തന്നെ ഈ സൈഡ് കംപ്ലീറ്റും പാക്ക് ചെയ്യണം. ഗ്രൗട്ട് വെച്ച് കംപ്ലീറ്റും പാക്ക് ചെയ്യണം. എവിടെയെങ്കിലും ഗ്രൗട്ട് വീഴാനുണ്ടെങ്കിൽ അവിടെ എല്ലാം ഗ്രൗട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം അതിൻ്റെ അടിയിലിറങ്ങി അതിൻ്റെ തട്ട് നോക്കണം. തട്ടിൽ എവിടെയെങ്കിലും നനവുണ്ടോ ഈർപ്പമുണ്ടോ എന്ന് നമ്മൾ നോക്കി കൺഫേം ചെയ്യണം. അത് വീട്ടുകാരല്ല നോക്കേണ്ടത്, നമ്മൾ വർക്ക് ചെയ്യുന്ന പണിക്കാർ തന്നെ നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ വെള്ളം തുറന്നു വിടാൻ പാടുള്ളൂ. മാക്സിമം ഒരു 4-5 ദിവസമെങ്കിലും വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തി കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. കാരണം നമ്മൾ ഇന്ന് സിമൻറ്റ് ചെയ്തിട്ട് നാളെ വെള്ളം കെട്ടി നിർത്തുമ്പോൾ അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ ലീക്ക് അറിയാൻ പറ്റില്ല. ഒരു 2-3 ദിവസം കഴിയുമ്പോഴേ നമുക്ക് എവിടെയൊക്കെ ലീക്ക് ഉണ്ടെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 2 സൈഡും ഫുൾ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗ്രൗട്ടെല്ലാം വെച്ച് കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.